ടൗൺഷിപ്പിലേ എന്തോരം ആൾക്കാരെ വരുന്നറിയോ? വെക്കേഷനൊക്കെ ആണല്ലോ, ഒരുപാട് ആൾക്കാരായിട്ട് വരുന്നത്. വണ്ടി കോലഞ്ചേരി ടൂറായിട്ട് വന്നതാണ്. ടൂറായിട്ട് വന്ന നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല ഇതൊക്കെ കണ്ടു. നല്ല എല്ലാവർക്കും നല്ല പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ നല്ലൊരു സംഭവമാണ്. വീടിന്റെ അടുത്തും വഴി കൂടെ ആൾക്കാർ എത്രയാണ്, എന്തോരം ടൂറിസ്റ്റുകളാണോ. വണ്ടികൾ നോക്കി എന്റെ പൊന്നു, ഈ ഗ്രൗണ്ട് മൊത്തം വണ്ടികളാട്ടാ. യോക്ക് എത്ര കാര്യം വണ്ടികളാണ്. എനിക്ക് തോന്നുന്നേ ഈ വയനാട്ടില് ടൂറൊക്കെ വന്നിട്ടേ അവസാനം ടൗൺഷിപ്പ് കണ്ടിട്ട് തിരിച്ചു പോകുന്ന രീതിയിൽ അങ്ങനെ വരുന്നത് കേട്ടോ. ആ വീട്ടിലെല്ലാവരും ഒക്കെ ആയിട്ട് കുടുംബമായിട്ട് വരുന്നത് കേട്ടോ ഇവിടേക്ക്. ടൗൺഷിപ്പിൽ സോളാർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വീടുകളുടെ മുകളിൽ സ്ഥാപിക്കാനുള്ളതാണ്. ടൗൺഷിപ്പിലെ 35 ക്ലസ്റ്ററിൽ ഇതുപോലെ ഗ്രീൻ സ്പേസ് ഉണ്ടാവും. നോക്കി എന്തൊരു അടിപൊളി നോക്ക്. ഇന്നലെ കേരളം വിഷു ആഘോഷിച്ച ദിനമാണ്. മലബാറിലെ മഹാഭൂരിപക്ഷം കുടുംബങ്ങളും വിഷു ദിവസത്തിൻ്റെ അവധി ആഘോഷിക്കാൻ പോയിട്ടുള്ളത് മലക്ക് മുകളിലുള്ള വയനാട്ടിലെ കൽപ്പറ്റക്കടുത്ത ടൗൺഷിപ്പിലേക്കാണ്. 2024 ജൂലൈ 30 മേപ്പാടിയിലെ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമറ്റത്തുണ്ടായ കേരളത്തിന് മറക്കാൻ കഴിയാത്ത മഹാദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ പുനരധിവസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടം, അതാണ് കൽപ്പറ്റക്കടുത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ നഗരം. മലയാളികൾ ഇതിനു മുമ്പ് ഇതുപോലെ ഒരു പുനരധിവാസം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അത്ഭുത ലോകത്തേക്ക് ആയിരങ്ങൾ എല്ലാ ദിവസവും ഒഴുകിയെത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വിഷുദിനത്തിലും അനവധി മലയാളികൾ ഈ കാഴ്ച കാണാൻ വന്നിട്ടുള്ളത്. അത്തരമൊരു സന്ദർഭത്തിലാണ് മീഡിയ വണ്ണും റിപ്പോർട്ടർ ചാനലും അടക്കമുള്ള ചില ചാനലുകൾ ഇതൊരുക്കിക്കൊടുത്ത സർക്കാരിനെതിരെ കുത്തിത്തിരിപ്പുമായി രംഗത്ത് വന്നിട്ടുള്ളത്. സർക്കാർ ഈ ഇരകളെ ചതിച്ചു എന്നാണ് അവർ പറയുന്നത്. ദുരന്തമുണ്ടായി അധികം വൈകുന്നതിന് മുമ്പ് കൽപ്പറ്റയ്ക്ക് തൊട്ടടുത്തുള്ള എൽസൺ എസ്റ്റേറ്റ് നിരവധി കോടതി വ്യവഹാരങ്ങൾക്ക് ശേഷം സർക്കാർ ഏറ്റെടുക്കുന്നു. അവിടെ നിരപ്പാക്കൽ തുടങ്ങുമ്പോഴേക്കും കാലവർഷമെത്തുന്നു. കാലവർഷം കഴിഞ്ഞ ഉടനെ 2025 നവംബർ 1 പുതിയ വീടിൻ്റെ പണി തുടങ്ങുന്നു. അവിടെ മോഡൽ വീടുണ്ടാകുന്നു. അവിടെ നിന്ന് 3 മാസങ്ങൾക്കകമാണ് ഈ ടൗൺഷിപ്പ് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. 172 ഇരകളെ നറുക്കിട്ടെടുത്ത് അവരുടെ വീടുകളുടെ താക്കോൽ ദാനം കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചു കഴിഞ്ഞു. ഓർക്കുന്നുണ്ടാവും, ദുരന്തകാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറന്നു വന്നിരുന്നു. മേപ്പാടി ആശുപത്രിയിൽ ഒരു പെൺകുട്ടിയെ 2.5 വയസ്സുള്ള നൈസ മോളെ താലോലിച്ചിരുന്നു. അതിൻ്റെ ചിത്രമെടുത്ത് ലോകത്തോട് കാരുണ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പരസ്യപ്പെടുത്തി ചിരിച്ചു നിന്നിരുന്നു. തിരിച്ചുപോയ പ്രധാനമന്ത്രിയെ പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല. കഴിഞ്ഞ മാർച്ച് മാസം 6-ാം തീയതി ആ പെൺകുട്ടിയെ നൈസ മോളെ മടിയിലിരുത്ത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഒരു താക്കോൽ അവളുടെ കയ്യിൽ കൊടുത്തു, പട്ടയം കൊടുത്തു, ഒരു വീടിൻ്റെ എല്ലാ രേഖകളും കൊടുത്തു. പറഞ്ഞു, നിനക്കും നിൻ്റെ കുടുംബത്തിനുമുള്ള വീടാണ് ഇത്. അങ്ങനെ 172 പേർക്ക് നറുക്കിട്ട് അവിടെ കൊടുത്തു. ബാക്കിയുള്ളവർക്ക് കൂടി തൊട്ടപ്പുറത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു 420 വീടുകൾ. പോയി കണ്ടവർക്കറിയാം, 7 സെൻറ്റിലാണ് ഒരു വീട്. ചുറ്റും മതിലുകളുണ്ട്. മുമ്പിലേക്ക് തുറക്കുന്ന ഗേറ്റുണ്ട്. എല്ലാ ഗേറ്റുകളും തുറക്കുന്നത് റോട്ടിലേക്കാണ്. 10 അടി താഴ്ചയിൽ കുഴിയെടുത്ത് കോൺക്രീറ്റിൽ പണിതുയർത്തി ഒരു പ്രകൃതി ദുരന്തത്തിനും തകർക്കാനാവാത്ത ഈ വീടിന് വേണമെങ്കിൽ 3 നിലയിലേക്ക് പടുത്തുയർത്താനുള്ള സൗകര്യമുണ്ട്. വീടിനകത്ത് 2 ബെഡ്റൂമുണ്ട്, 2 ബാത്റൂമുണ്ട്, ഒരു കിച്ചണുണ്ട്, ഒരു വർക്ക് ഏരിയയുണ്ട്, ഒരു ഡൈനിങ് ഹാളുണ്ട്, ഒരു സ്റ്റഡി റൂമുണ്ട്, മനോഹരമായ സിറ്റ് ഔട്ടുണ്ട്. എല്ലാ വീടുകൾക്ക് മുകളിലും സോളാർ പാനലുകളുണ്ട്. എല്ലാ വീടുകൾക്കും ഭൂമിക്കടിയിലൂടെയാണ് കുടിവെള്ളം എത്തുന്നത്, വൈദ്യുതി എത്തുന്നത്. കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഇതേ നഗരത്തിനകത്ത്, ടൗൺഷിപ്പിനകത്ത് 9 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അതിലേക്ക് പുഴയിൽ നിന്ന് വെള്ളം എത്തിച്ചു കഴിഞ്ഞു. ഈ വീടുകളിൽ നിന്ന് 19 വീടുകളെ കണക്കാക്കി ഒരു വേസ്റ്റ് ടാങ്കിലേക്കാണ് ഈ വീട്ടിൽ നിന്നുള്ള ബാത്റൂം അവശിഷ്ടങ്ങളും അടുക്കളയുടെ അവശിഷ്ടങ്ങളും എല്ലാം ഒഴുകിപ്പോകുന്നത്. അതവിടെ വെച്ച് ശുദ്ധീകരിക്കപ്പെടുകയാണ്. വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ വെള്ളമാക്കി വേർതിരിക്കുന്നു, വളമാക്കി വേർതിരിക്കുന്നു.
അതിൽ 2 ടാങ്കുകളുടെ പണിയാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. അതിൻ്റെ പൂർത്തീകരണം കഴിയാത്തതുകൊണ്ടാണ് വീടുകളിലേക്ക് ആളുകൾ താമസിക്കാത്തത്. ഇവിടെ ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾക്ക് കൃത്യമായി അവരുടെ വീടിൻ്റെ വാടക ഈ ഗവൺമെൻറ് മാസത്തിൽ 6000 വെച്ച് കൊടുക്കുന്നു. അവർക്കുള്ള ഭക്ഷണത്തിൻ്റെ കൂപ്പൺ കൊടുക്കുന്നു. ഒരു വീട്ടിൽ 2 പേർക്ക് 300 രൂപ വെച്ച് ദിവസവേതനം കൊടുക്കുന്നു. അതേ വീട്ടിൽ അംഗവൈകല്യമുള്ള ഒരാളുണ്ടെങ്കിൽ മറ്റൊരു 300 കൂടി കൊടുക്കുന്നു. കൂട്ടി നോക്കൂ എത്ര കിട്ടുമെന്ന്. അവർക്ക് പഠന സൗകര്യം, അവരുടെ ആരോഗ്യ സംരക്ഷണം എല്ലാം ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുകയാണ്. അവർക്കാണ് മനോഹരമായൊരു വീടുണ്ടാക്കി കൊടുക്കുന്നത്. 50 വീടുകൾക്ക് മുമ്പിൽ മനോഹരമായൊരു പൂന്തോട്ടമുണ്ട്. ഇതെല്ലാം അവിടെയുള്ള ആളുകൾ പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ താമസിക്കുന്നവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി നഴ്സറി സ്കൂളുണ്ട്. അവരുടെ ആരോഗ്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട്. അവർക്ക് കല്യാണം നടത്താൻ ഓഡിറ്റോറിയം ഉണ്ട്. ആ നഗരത്തിലുള്ളവർക്ക് ഓടിച്ചാടി കളിക്കാൻ മനോഹരമായ സ്റ്റേഡിയം ഉണ്ട്. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത നിരവധി അനവധി നേട്ടങ്ങൾ. തൊട്ടടുത്ത് കൽപ്പറ്റ എന്ന മഹാനഗരമുണ്ട്. ആ നഗരത്തിനടുത്താണ് ഈ ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നത്. ആ മനോഹരമായ കാഴ്ച ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത മനോഹരമായ പുനരധിവാസം കാണാനാണ് മലയാളികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ നേരെ വിരൽ ചൂണ്ടി ഗവൺമെൻറ്റിനെയാണ് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ മരിച്ചുപോയ മനുഷ്യരുടെ പേരിൽ ഈ കേരളത്തിലുള്ള സകല മനുഷ്യരോടും പിരിവെടുത്ത് കോടിക്കണക്കിന് രൂപ പുട്ടടിച്ച് എന്നിട്ട് ആന കയറുന്ന ഒരിടത്ത് ഭൂമിയെടുത്ത് ഞങ്ങളിതാ വീടിന് തറക്കല്ലിടുന്നു എന്ന് പറഞ്ഞു ഒറ്റ നയാ പൈസ വയനാട്ടുകാർക്ക് കൊടുക്കാത്ത വയനാടിൻ്റെ MP പ്രിയങ്ക ഗാന്ധിയെയും മുൻ MP രാഹുൽ ഗാന്ധിയെയും കൊണ്ടുവന്ന് വീടിൻ്റെ തറക്കല്ലിട്ടവർ, വീട് പണിയാൻ പണമില്ല, ഞങ്ങളുടെ കയ്യിലെ പണം തീർന്നു പോയി എന്ന് പറഞ്ഞ് ഈ നാടിനെ ചതിച്ചവർ, അവരെക്കുറിച്ച് പറയാൻ ഈ മാധ്യമങ്ങൾക്ക് നാവില്ല. ഈ വിഷു എന്നല്ല, എത്ര വിഷു കഴിഞ്ഞാലും അങ്ങനെ ഒരു വീടുണ്ടാകാൻ പോകുന്നില്ല. ആ ചതിക്കുഴികളെക്കുറിച്ച് പറയാതെ ഇന്ന് ഈ ടൗൺഷിപ്പിന് വേഗത പോരാ നിർമ്മാണത്തിന് എന്ന് പരിഹസിക്കുന്നവർ, ഇവിടെ പണിക്കാരില്ല എന്ന് പരിഹസിക്കുന്നവർ, അതിലൊരു കാര്യമുണ്ട്. കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ബംഗാളിൽ, ബീഹാറിൽ, ആസാമിൽ, തമിഴ്നാട്ടിൽ SIRൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് വന്ന ഒരുപാട് തൊഴിലാളികൾ തിരിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രയാസവും അവിടെയുണ്ട്. ഇതൊന്നും അറിയാത്തവരല്ല ഈ ചാനലുകളിൽ. എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും സർക്കാരിനെ കുറ്റപ്പെടുത്താൻ അവസരം കിട്ടുമോ എന്ന് പറയുന്നവർ. ആയിരങ്ങൾ ആ ഭൂമി കണ്ട് സന്തോഷിച്ച് സംതൃപ്തരായി മടങ്ങുന്നുണ്ട് എന്നിവർ ഓർക്കുന്നത് നന്ന്. തൊട്ടപ്പുറത്ത് ശവം തൂക്കികൾ പണം പിരിച്ച് ഈ ദുരന്ത ഇരകളെ ചതിച്ചുപോയ അതിൻ്റെ ജീവിക്കുന്നതിൻ്റെ നേർചിത്രമുണ്ട്. അത് കാണിക്കണം മലയാളിക്ക്. എല്ലാം ഒരുക്കിക്കൊടുത്തവരെ കുറ്റപ്പെടുത്തുമ്പോൾ ഒന്നും ഒരുക്കിക്കൊടുക്കാതെ ഇതിൻ്റെ പേരിൽ പണം പിരിച്ചു പോയവരെ ഈ നാടിന് കാണിച്ചു കൊടുക്കാൻ തയ്യാറാവണം മാധ്യമങ്ങൾ. പോകണം പ്രിയപ്പെട്ടവരെ. കാണാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനോഹരമായ ഒരു ടൗൺഷിപ്പ്, എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് വേണ്ടി മലയാളികൾ ഒരുമിച്ച് ഗവൺമെൻറ്റിൻ്റെ കൂടെ ചേർന്നപ്പോൾ ഉയർന്നു വരുന്ന മനോഹരമായ കാഴ്ച കാണാൻ മലകേറി പോകണം. മലയാളത്തിലെ 1-2 ചാനലുകൾ നടത്തുന്ന കുത്തിത്തിരിപ്പുകൾ ഈ നാട് തിരിച്ചറിയണം. അവരുടെ മുമ്പിൽ നമുക്ക് തോറ്റുകൂടാ, നമുക്ക് ജയിച്ചു കയറണം.